ഹലോ, താങ്കളുടെ ചിത്രത്തില് നായികയായ കാവ്യ മാധവൻ പുതിയ പടത്തിന് സ്വാരസ്യങ്ങളുണ്ടെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാൻ? അല്ല, അത്തരത്തിലൊരു വാർത്ത ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത് ഇന്ന്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ശരിക്കും 1-2 ഓൺലൈൻ മീഡിയകളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടെന്ന് എന്നെ 1-2 സുഹൃത്തുക്കളെ വിളിച്ച് അതിന്റെ ലിങ്ക് എനിക്ക് വാട്സാപ്പിലൂടെ അയച്ചു ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് കേൾക്കുമ്പോൾ ഒരു മഞ്ഞപത്രത്തിന്റെ സ്വഭാവമുള്ള വാർത്തയാണ് കണ്ടത്. അപ്പൊ ഞാനതിനകത്ത് കൂടുതൽ പ്രാധാന്യം. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഈ പറയുന്ന നമ്മുടെ മെട്രോമാറ്റിൽ അങ്ങനെ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനകത്ത് ഒരു ഗൗരവം ഉണ്ടെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. അപ്പൊ ഞാൻ അന്വേഷിക്കുമ്പോഴാണ് ഒരു 3-4 ദിവസം മുന്നേ ഈ ആഴ്ച ഇറങ്ങി നാന സിനിമ അത്തരത്തിൽ പ്രതിപാദിക്കുന്ന ഒരു പേജ് ന്യൂസായിട്ട് തന്നെ അവർ കൊടുത്തിരിക്കുന്നു. ആകാശവാണി സിനിമയെയും സാങ്കേതികപരമായി ബാധിക്കുന്ന തരത്തിൽ സംവിധായകനോട് സഹകരിക്കുന്നില്ല എന്നും ഡബ്ബിങ്ങിന് സമയത്തെത്താതെ റിലീസിംഗ് വൈകിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടുള്ള ചില ആരോപണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇന്നാണ് ശരിക്കും മാഗസിൻ ഇത് ശരിക്കും ഇപ്പൊ നമുക്ക് പറയാവുന്ന ഇപ്പൊ ഞാന് നമ്മുടെ ഈ വാർത്തയെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും നമ്മൾ ആകാശവാണി എന്ന് പറയുന്ന സിനിമയുമായി നേരിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായി സിനിമയുമായി ഭാഗവാക്കായിട്ടുള്ള ഒരാളുടെയും സ്റ്റേറ്റ്മെന്റ് പ്രകാരമോ അല്ലെങ്കിൽ അയാൾ ആരോടെങ്കിലും പരാതി പറഞ്ഞതിന് പ്രകാരമോ അല്ല ഇത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രൂവിനകത്തുള്ള ഒരാൾ അതിനെപ്പറ്റി ഇത്തരത്തിലൊരു വാർത്തയെപ്പറ്റി പരാമർശിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്ന് ആരോടെങ്കിലും ഇങ്ങനെ പരാതിപ്പെടുന്ന തരത്തിൽ പറയുകയോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായി തന്നെ തോന്നി. ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ശരിക്കും ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡബ്ബിംഗ് പൂർണ്ണമായും കഴിഞ്ഞു. അപ്പൊ അതിനകത്തൊന്നും യാതൊരു തരത്തിലും കാവ്യ എന്ന് പറയുന്ന നടി ആകാശവാണി എന്ന് പറയുന്ന സിനിമയെ ബാധിക്കുന്ന തരത്തിൽ ഇതുവരെയും പെരുമാറിയിട്ടുള്ളതായിട്ട് സിനിമയുടെ സംവിധായകൻ എന്നുള്ളതിന് എനിക്ക് യാതൊരു അറിവില്ല. അങ്ങനെ ഇപ്പൊ ഞാനുമായിട്ടോ അല്ലെങ്കിൽ എന്റെ പ്രൊഡക്ഷൻ കമ്പനിയോ മറ്റ് സഹതാരങ്ങളോടോ അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല കാവ്യ എന്ന് പറയുന്ന നടിയുടെ പൂർണ്ണമായ സഹകരണം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ആകാശവാണിയിൽ അത്ര ഒരു കഥാപാത്രത്തെ വ്യക്തമായും വിഷ്വൽ ചെയ്യാൻ സാധിച്ചത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാവ്യ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കഥാപാത്രത്തിന്റെ ചട്ടക്കൂടിലല്ല ആകാശവാണിയിലെ വാണി എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടി ശക്തമായ കഥാപാത്രമാണ്. അപ്പൊ പൂർണ്ണമായും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് കാവ്യ വാണി ആകാശവാണിയിൽ ഉണ്ടായത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ടെക്നീഷ്യന് പോലും അത്തരത്തിലൊരു പരാതി പുറമേ ഒരാളോട് പറയത്തക്ക തരത്തിൽ ആരും അതിനെപ്പറ്റി സൂചിപ്പിക്കുക പോലും ഉണ്ട്. അപ്പൊ ഈ ഡബ്ബിംഗ് വൈകുന്നു എന്നൊരു കാരണത്താൽ അതിനൊരു വാർത്ത കാവ്യയുമായി ബന്ധപ്പെടുത്തി കണ്ടത്. അതായത് കാവ്യ വരാത്തത് മൂലമാണ് ഡബ്ബിംഗ് വൈകി പോകുന്നത്, കാവ്യ മനഃപൂർവ്വം റിലീസ് വൈകിപ്പിക്കാൻ താമസിക്കുന്നു എന്നൊക്കെയാണ്. ശരിക്കും ആകാശവാണി ഒരിക്കലും ഈ റീസെന്റ് ടൈമിലേക്ക് അനൗൺസ് ചെയ്യപ്പെട്ട ഒരു പടമല്ല. ഞങ്ങൾക്കൊരു വിഷുവിന് റിലീസ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോട് ആകാശവാണി ശരിക്കും പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെ മെയ് പകുതിയോടുകൂടി തിയേറ്ററിൽ എത്തുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അത് കാരണം ഇപ്പോൾ റിലീസ് യാതൊരു കാരണവശാലും വൈകുകയോ അല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നമോ ഇതുവരെ ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ നാനാ സിനിമ വാരികയിലെ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായും ബോധ്യമാകും. അത് ശരിക്കും ഒരു മഞ്ഞപത്രത്തിന്റെ നിലവാരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ പല വ്യക്തികളുടെ ചില പ്രത്യേക താല്പര്യങ്ങൾക്കനുസരിച്ചതുപോലെ ചില വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. ഇപ്പം കാവ്യയുടെ ആയാലും എന്റെ പേരായാലും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും നമുക്ക് വ്യക്തമായി ഈ ടാർഗറ്റ് എന്ന് പറയുന്ന വാക്ക് എന്റെ സ്വന്തം ഭാവനയല്ല. ഞാൻ ഈ പറയുന്ന പോലെ മറ്റ് ചില ഓൺലൈൻ മീഡിയകളിൽ അവർ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണത്. കാവ്യയെ അതായത് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള പ്രയോഗമാണ് ഇപ്പൊ ഞാൻ താങ്കളോടും പറഞ്ഞത്. ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് എന്റെ സ്വന്തം പ്രയോഗം. ഞാൻ ഇന്നലെ രാത്രി മുതൽ ഈ ഓൺലൈൻ പല മീഡിയകളും പല ചെറിയ ഓൺലൈൻ പ്രൊമോട്ട് കൊടുത്തിരിക്കുന്ന വാർത്തകളിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു ടാഗ്ലൈൻ പോലെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടതുപോലെ ഒരു പ്രയോഗം അല്ലെങ്കിൽ അത്തരത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് ഈ ആകാശവാണി എന്ന് പറയുന്ന സിനിമ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു സിനിമയും ദോഷകരമായി ബാധിക്കുന്ന ഒരു സിനിമ. ഞാൻ അതിനകത്ത് കാവ്യ മാധവൻ എന്നുള്ളൊരു താരം എന്നുള്ളൊരുപരി ഒരു വ്യക്തിയെ നമ്മൾ ഒരു പരിധിക്കപ്പുറം അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയെ പർപ്പസ്ഫുള്ളി എയിമുണ്ട്, അതായത് ലക്ഷ്യബോധത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പുറമേ നിന്നൊരു സാധാരണക്കാരനായിട്ട് നോക്കുമ്പോൾ സിനിമയുടെ സംവിധായകനായിട്ട് പറയല്ല. ഇപ്പൊ സാധാരണ ഒരു വായനക്കാരനുള്ളത് അല്ലെങ്കിൽ ഓൺലൈനിൽ ഈ വാർത്ത കാണുന്ന സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാകുന്ന ഒരു ജിജ്ഞാസയുണ്ട്. കാവ്യയുടെ തിരിച്ചുവരവിൽ കാവ്യയുടെ പല തീരുമാനങ്ങളും സംവിധായകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ കാണുന്നത്. അപ്പൊ അത് ശരിക്കും കാവ്യയുടെ തിരിച്ചുവരവിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ കാവ്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പടം, ഒന്ന് ഷീടാക്ഷി, ഒന്ന് ആകാശവാണി. അപ്പൊ ഈ 2 സിനിമകളിലും ഇത്തരത്തിൽ ഒരു പ്രശ്നവും ഇതുവരെ ആരും. അപ്പൊ ശരിക്കും ഒരു ബേസ് ഇല്ലാത്തൊരു വാർത്ത. സ്വാഭാവികമായിട്ടും നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടെ കാര്യമാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കാര്യമാക്കിയില്ല. ഇപ്പൊ ഞാൻ ഇന്ന് വൈകിട്ട് ശരിക്കും ഉച്ചയ്ക്ക് പലരും ഇപ്പൊ നമുക്ക് നേരിട്ട് അറിയാവുന്ന പല സർക്കിളിനകത്തുള്ള പലരും ഇതെന്നെ നേരിട്ട് സൂചിപ്പിക്കുകയും
മെട്രോമാറ്റിൽ ശരിക്കും മെട്രോമാറ്റിൽ കൂടി അങ്ങനെ വാർത്ത വന്നപ്പോഴാണ് അത് ഈ ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിച്ചത്. അത് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാര്യം ആകാശവാണി, ഞാൻ പറഞ്ഞതുപോലെ ആകാശവാണി ഒരു മുഖ്യധാര നിൽക്കുന്ന വലിയൊരു കൊമേഴ്സ്യൽ സിനിമയോട് മത്സരിക്കാൻ കിടപിടിക്കുന്ന അങ്ങനെ ഒരു സിനിമയല്ല. ആകാശവാണി ശരിക്കും ഒരു ചെറിയ സിനിമയാണ്, ഒരു വലിയ ചെറിയൊരു കുടുംബത്തിന്റെ കഥ പറയുന്ന വളരെ ചെറിയൊരു സിനിമയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു ചെറിയ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പെടുന്ന ഒരു പെടാപ്പാടിനിടയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ചെവി കൊടുക്കേണ്ടി വരികയും അത്തരം വാർത്തകളെ നമ്മൾ സാധൂകരിക്കുന്ന തരത്തിൽ പലർക്കും മറുപടി പറയേണ്ടി വരികയും ചെയ്യുന്നത് പല സാഹചര്യം. ഇതൊന്നും ശരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആകാശവാണി എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയ സിനിമയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കണ്ടന്റുമാണ്. സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെ വന്നു എന്നുള്ളത് സംശയാസ്പദമായ കാര്യം തന്നെയാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളിലാണോ വന്നതെന്നുള്ളത് പിന്നീട് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പം അറ്റ് പ്രസന്റ് ആകാശവാണി എന്ന സിനിമയുമായി സംബന്ധിക്കുന്ന കാവ്യക്ക് ഞങ്ങൾ ടെക്നീഷ്യൻസുമായിട്ടോ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായി.